ഏതോ വസന്തവനി കിനാവായി വിരിഞ്ഞു നീ പനിനീരിലെന്റെ ഹൃദയം നിലാവായി അലിഞ്ഞു പോയി ഏതോ വസന്തവനി പാട്ട് നിർത്തി ആരുടെ പാട്ട് നിർത്തി എന്ത് പാട്ടും കേട്ടാ ഇരുന്നാ മതിയല്ലേ, വേറെ ഒന്നും അറിയണ്ടല്ലോ. നേരെ ഞാൻ വെച്ചത് പൈസ എടുത്തോണ്ടേ കള്ളു കുടിച്ചു. നിന്റെ കുടുംബസ്വത്തൊന്നും അല്ലല്ലോ എടുത്ത് കുടിക്കൽ. കൂടുതൽ സംസാരിച്ച ചവിട്ടിന്റെ എല്ലാം ഞാൻ കുടിച്ചോളും കഴിവറ മോളെ. എന്ത് പറഞ്ഞാലും എന്നെ കൊല്ലാൻ വന്നാൽ മതിയല്ലേ എന്റെ തലവിധി. എന്ത് അല്ല, രണ്ടുപേരും രാവിലെ കിടന്ന് വല്ലാതെ. അമ്മയ്ക്ക് എന്ത് പ്രശ്നം? ഒന്നുമില്ലല്ലോ. അച്ഛൻ എന്താണ് പ്രശ്നം? വേറെ കല്യാണം കഴിക്കണോ? പിന്നെ അമ്മയ്ക്ക് എന്താണ് പ്രശ്നം? അല്ല, 10-40 വർഷമായിട്ട് അച്ഛൻ്റെ കൂടെ ജീവിക്കാൻ സ്വാഭാവികമായിട്ടും മടുപ്പുണ്ടാവും. അതൊക്കെ സാധാരണയാണ്. വക്കീലിനെ ഞാൻ വേണമെങ്കിൽ വിളിച്ച് റെഡിയാക്കി തരാം. വേണ്ട വേണ്ട. പിന്നെ നിങ്ങൾക്ക് എന്താണ് പ്രശ്നം? നടുവേദനയായിട്ട് ഞാൻ കിടന്നൊന്ന് ഉറങ്ങുമ്പോൾ ഇത്തിരി സമാധാനം തരുമോ? അതുകൊണ്ട് രണ്ടുപേരും എനിക്ക് ഇത്തിരി സ്വസ്ഥത തരാമോ? കുരുത്തം കെട്ടോളൂ. അപ്പൂപ്പന്റെ ചെറുമോളും തന്നെ അടുക്കളയിൽ ഒരു സഹായവും ചെയ്യില്ല. ഇന്നലെ ചത്ത പാമ്പിനെ കൊണ്ടുവന്ന് കഴുത്തിയിട്ട് വന്നു. എന്താ ഇത് സുദർശനം പിള്ളയുടെ വീടല്ലേ? ആ, എന്തു വേണം? ഞാൻ ക്ലബിൽ നിന്നാണ് വരുന്നത്. സുദർശനം പിള്ളയുടെ മോനാണല്ലേ? ഇല്ല, ഞാൻ പുള്ളിയുടെ അച്ഛനാണ്. വല്ലതും ചെയ്യാൻ പറ്റുമോ? പരിഹസിക്കുകയാണല്ലേ? പിന്നെ എൻ്റെ അച്ഛനെ ഡെയിലി കൊണ്ടുപോയി കുടിപ്പിക്കുന്ന നിന്നെയൊക്കെ എന്തോ ചെയ്യണോടാ? ഓരോ ദിവസവും ഓരോരുത്തന്മാർ കയറി വരും. എന്തോ ചെയ്യണോടാ? എനിക്ക് സംസാരിക്കേണ്ടത് തന്നോടല്ല, സുദർശനം മാമൻ്റെ കൂടെയാണ്. ഓ പിന്നെ നിന്നെ ഞാൻ ഇങ്ങനെയാണെങ്കിൽ ഞാൻ എൻ്റെ പിള്ളേരെ ഇറക്കേണ്ടി വരും. തന്നെ നിന്റെ സുദർശന മാമന്റെ നേരാ കണ്ടുവരും. തലയ്ക്ക് സുഖമില്ലാത്തവനെ. നീ അറിഞ്ഞോ മേനെ മനത്ത് 1000 ഷാപ്പുകൾ തുറക്കുന്നുണ്ട്. ഇനി ഇഷ്ടം പോലെ മുത്തച്ഛന്മാർക്ക്
ആ ഇഷ്ടം പോലെ കുടിക്കാമല്ലോ. സുലോനെ കഴിവണ മോളെ ഫ്ലഡി റാസ്കൽ, നിന്റെ അച്ഛൻ എനിക്ക് എന്ത് തന്നറി? മോനെ പട്ടിണിയാണോടാ, അപ്പം ഒരു പൈൻ്റ് എടുത്ത് തരട്ടോ. സുലോനെ നിന്റെ മോൻ ഗുണ്ടയാണോടി? ഇറക്കി പെടി ഫ്ലഡി റാസ്കൽ. എൻ്റെ അടുത്ത് ഒരുത്തനും കളിക്കരുത്, ചവിട്ടി ഞാൻ നടുവേ ഓടിച്ചോളാം. സ്റ്റുപ്പിഡ് ഫ്ലഡി റാസ്കൽ. മോനെ അമ്മയുടെ പോയി. കുറച്ചു മുമ്പ് ഇങ്ങനെയൊന്നും അല്ലല്ലോ പറഞ്ഞത്. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, കുറച്ചൊക്കെ സ്നേഹമായിട്ടൊന്ന് പോകാൻ നോക്കിക്കൂടെ? എപ്പം നോക്കിയാലും അമ്മയടുത്തൊന്നും ഇത്ര ദേഷ്യം. ചവിട്ടി നടുപിടിക്കാൻ പോലും. നടുപിടിക്കാനാണ് കല്യാണം കഴിച്ചിട്ടുണ്ടെന്ന്. രണ്ടാൾക്കും ഒരു പക്വത എന്ന് പറയുന്നില്ല. ഒരുത്തനും എന്നെ ഭരിക്കാൻ പറ്റ. നീ എൻ്റെ അച്ഛനല്ലല്ലോ, എൻ്റെ മോനല്ലേ? എന്തോ വല്ലതും മൊഴിഞ്ഞായിരുന്നോ? അപ്പാപ്പന്റെ കാലിനെന്ത് പറ്റി? ഒന്ന് മറിഞ്ഞു വീണ മോളെ. സാരമില്ല, മരുന്നിടുമ്പോൾ അങ്ങ് ശരിയായിക്കോളും, കുഴപ്പമൊന്നുമില്ല. അപ്പാപ്പ വന്ന് വീണാൻ ഞാൻ വിഷമിക്കത്തില്ല. ഇതാരോ തള്ളിയിട്ടതാ. മോളത് കാര്യമാക്കണ്ട. ഇപ്പം അപ്പാപ്പൻ വന്ന് വീണു, കാലിന് പരിക്ക് പറ്റി. അപ്പം നമ്മളെന്താ ചെയ്യുക? അത് മരുന്നിട്ട് ഭേദമാക്കുക. അല്ലാതെ ആരെന്ത് ചെയ്തു, അതെങ്ങനെ പറ്റി എന്ന് നോക്കിയിട്ട് അതിൻ്റെ പിറകെ നടന്ന് നമ്മൾ തലപുണ്ണാക്കേണ്ട കാര്യമില്ല. പിന്നെ
പറ്റിയപ്പാ? ഏയ് ഒന്നുമില്ല. Uncle, hello, Sudarshan uncle. Hi uncle, where are you now uncle? Uncle, uncle. ഏയ് എന്തു വേണം? ആരാ? ആ Uncle, ബ്രോ എന്തു വേണമെങ്കിലും പറഞ്ഞോ. ഏയ് ഹു ആർ യു? ഷട്ട് യു ബ്ലഡി മൗത്ത്. ബ്രോ സുദർശന പിള്ളേൻ്റെ അച്ഛനാണ്. നിങ്ങൾക്ക് എന്തുണ്ടെങ്കിലും എന്നോട് പറയാമല്ലോ. oh my god, Sudarshan പിള്ളയുടെ മകൻ? Really? ഓ സോറി ഡിയർ, സോറി. അതൊന്നും കുഴപ്പമില്ല. ചേട്ടൻ വന്ന കാര്യം എന്താന്ന് പറയും. സി, നിങ്ങളുടെ ഡാഡി ഒരു ബോട്ടിലുണ്ടെന്ന് പറഞ്ഞിരുന്നു. പ്യൂർ വൈറ്റ് ബക്കാഡി. അത് നിങ്ങളായിരുന്നോ? ഇതാദ്യമേ പറയണ്ടേ. ഞാൻ നിങ്ങളെ കാത്തിരിക്കുകയായിരുന്നു. അല്ലെങ്കിൽ അച്ഛൻ പറഞ്ഞായിരുന്നു എൻ്റെ ഒരു ഫ്രണ്ട് വരും, നീ വേണ്ട രീതിയിൽ അയാളെ ട്രീറ്റ് ചെയ്തോളണമെന്ന്. പിന്നെ വേറൊരു കാര്യമുണ്ട്, ഇവിടെ വെച്ചിരുന്ന ആരെങ്കിലും കാണുമെന്ന് വിചാരിച്ച് ഞാൻ ഈ സാധനം എടുത്ത് പിറക് വശത്ത് വെച്ചിട്ടുണ്ട്. അമ്മയോ പെങ്ങന്മാരോ ഒക്കെ കണ്ടാൽ പ്രശ്നമാവില്ലേ? കുഞ്ഞുങ്ങളെങ്ങാനും എടുത്ത് കളിക്കുക എന്തെങ്കിലും ചെയ്താൽ അതിനേക്കാളും പ്രശ്നമാകും. പിന്നെ കുപ്പിയെടുത്ത് അടിക്കുന്ന കാര്യം നമ്മൾ തമ്മിൽ അറിഞ്ഞാൽ മതി കേട്ടോ. അതുകൊണ്ട് ആരോടും പറയണ്ട, ഞാനത് പിറകു വശത്ത് വെച്ചിട്ടുണ്ട്. എല്ലാ സെറ്റപ്പും റെഡിയാണ്. Okay, done. Very nice. പണ്ടൊക്കെ ബക്കാടി കഴിക്കുമ്പോൾ നല്ല സ്മൂത്തായിട്ട് ഇറങ്ങി പോകുമായിരുന്നല്ലേ. ഇപ്പം എന്താണോ എന്തോ ഒരു രസവുമില്ല. സാരമില്ല, ഗൾഫിൽ നിന്നൊരു കൂട്ടുകാരൻ വരുന്നുണ്ട്, ശിവാശ്രീകൾ കൊണ്ടുവരാൻ പറയാം. പിന്നെ എല്ലാം ഓക്കെ അല്ലേ? കുഴപ്പമൊന്നുമില്ലല്ലോ. ഡബിൾ ഓക്കെ ബ്രോ. ഹലോ, എന്താ ചേട്ടാ? എന്താ കാര്യം? കാര്യം എന്നെയും നിന്നെയും സംബന്ധിച്ചുള്ളതല്ല, നിന്റെ അച്ഛനെ സംബന്ധിച്ചുള്ള കാര്യമാണ്. അല്ലേലും അയാൾ ഇത്തിരി കുഴപ്പം. അച്ഛന് വേണ്ടി ഞാൻ നിങ്ങളോട് രണ്ടുപേരോടും ക്ഷമ ചോദിക്കുകയാണ്. പുള്ളിയുടെ സ്വഭാവം അങ്ങനെയാണ്. വെള്ളം അടിച്ചു കഴിഞ്ഞാൽ ഒരു അന്തവും ഇല്ലേ. ഒന്നുമില്ലെങ്കിൽ നമ്മൾ അയൽക്കാരല്ലേ, 1-2 ദിവസമൊക്കെ ആണെങ്കിൽ ക്ഷമിക്കാം. എന്നും ഇത് തന്നെ പിന്നെ എന്താ ചെയ്യുക? ഒരിക്കൽ കൂടി ഞാൻ നിങ്ങളോട് മാപ്പ് പറയുന്നു. അച്ഛൻ്റെ സ്വഭാവം അങ്ങനെയാണ്. അച്ഛൻ കാരണം എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായിരുന്നെങ്കിൽ റിയലി സോറി. ഞാൻ പറഞ്ഞ് മനസ്സിലായിക്കോളാം. അപ്പം ശരി. ആ മൂപ്പിലാൻ്റെ സ്വഭാവം എനിക്ക് തീരെ പിടിച്ചില്ല. 2 ദിവസം മുമ്പൊന്ന് മുട്ടാൻ വന്നതാ, ഞാൻ തൂക്കിയെടുത്ത് എറിഞ്ഞതാ.
ഇതാരോ തള്ളിയിട്ടതാ. രണ്ടുപേരോടും കൂടി പറയുക, ഇനി മേലാലേക്ക് എൻ്റെ നേരെയോ എൻ്റെ അച്ഛൻ്റെ നേരെ എന്തിനെങ്കിലും വന്നാൽ നിങ്ങൾ ആരാണെങ്കിൽ എന്താണെന്നൊന്നും നോക്കൂല. ഒന്നുകളെ പോന്നികളെ. അപ്പാ, അപ്പാ, എന്താ മോളെ, എന്തു പറ്റി? അപ്പ എവിടേക്ക് തിരക്കി? ഒരു കാര്യം പറയാൻ വന്നതാ. എന്ത് കാര്യമായാലും പറഞ്ഞോ, നമുക്ക് പരിഹാരം ഉണ്ടാക്കാന്നേ. എന്താ മോളെ കാര്യം, പറയ്. അപ്പാ, ഞാൻ സ്കൂളിൽ നിന്ന് ടൂർ പോകുന്നുണ്ട്. ടീച്ചർമാർ പറഞ്ഞു ഞാനും കൂടെ ചെല്ലാൻ. ടൂറോ? എത്ര ദിവസത്തെ ടൂറാ? 5-6 ദിവസം ഉണ്ടാവും. 5-6 ദിവസമോ? എന്താ മോളെ ഈ പറയുന്നത്? ഒരു ദിവസമൊക്കെ ആണെങ്കിൽ അപ്പ സമ്മതിച്ചേനെ. 5-6 ദിവസം നിന്നെ കാണാതിരിക്കാന്ന് പറഞ്ഞാൽ അപ്പാക്ക് പറ്റില്ല. മോള് ടീച്ചർമാരുടെ പറഞ്ഞേരെ മോള് വരുന്നില്ല എന്ന്. അഥവാ നമുക്ക് പോകണമെങ്കിൽ അപ്പാപ്പനും അമ്മാമ്മയായിട്ട് നമ്മുടെ ഫാമിലിയായിട്ട് ഒരു ട്രിപ്പ് പോയിട്ട് വരാം. ഇനിയും ഒരുപാട് സമയമുണ്ടല്ലോ. മോള് സ്ഥിരം കാണുന്നതല്ലേ വണ്ടികൾ കൊക്കയിലേക്ക് മറിയുന്നതും വാഹനം കുഴിയിലോട്ട് പോകുന്നതും എല്ലാം. ഇതൊക്കെ കണ്ടുകൊണ്ട് അപ്പ എങ്ങനെ മോളെ വിടും? അല്ലെങ്കിൽ അപ്പ ഞാൻ പറയുന്നൊന്നും കേൾക്കത്തില്ല. മോളെ, ഞാൻ പറയുന്ന ഒന്ന് കേക്ക്. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ നമ്മൾ പോവാതിരിക്കുന്നതാണ് നല്ലത്. നമുക്ക് പിന്നെ എപ്പോഴെങ്കിലും പോവാം. ഞാൻ പോകുന്നു പറഞ്ഞാൽ പോകും. മോളെ, അപ്പ ദേഷ്യം പിടിപ്പിക്കില്ലേ? പറ്റില്ലെന്ന് പറഞ്ഞില്ലേ? പോ അങ്ങോട്ട്. പറഞ്ഞാലും മനസ്സിലാവില്ല. ഒന്നേ ഉള്ളതിന്റെ പേരില് എല്ലാരും എടുത്ത് തലയിൽ വെച്ച് കൊഞ്ചിച്ച് വഷളാക്കില്ലേ? നീ ജനിച്ച അന്ന് നിന്റെ തള്ളയും പോയില്ലേ? അതിനുശേഷം എന്റെ ജീവിതം എങ്ങനെയായത്? നാശം. പറഞ്ഞാലും മനസ്സിലാവില്ല. പൊയ്ക്കോ. മോളെ, മോളെ, ക്ലാസ് തുടങ്ങിയോ മോളെ? അപ്പാളോടെയുള്ള പിണക്കം മാറിയില്ലല്ലേ? ആ മോളെ, ഒരു നിമിഷം. ഈ ഫോട്ടോ എപ്പോൾ എടുത്തതാണെന്ന് മോക്ക് ഓർമ്മയുണ്ടോ? മോക്ക് എത്ര വയസ്സുള്ളപ്പോൾ എവിടെ വെച്ച് എടുത്തതാണെന്ന് ഓർമ്മയുണ്ടോ? അറിഞ്ഞിട്ടെന്ത് കാര്യം? ഞാൻ ജനിച്ചപ്പോ അമ്മ പോയതല്ലേ.
ഉഫ്. എന്നാലും എൻ്റെ മോളെ, നീ ഇതെവിടെയായിരുന്നു? അപ്പം നിന്നെ എവിടെയൊക്കെ തിരക്കിയെന്നറിയാം. സമയം കഴിഞ്ഞിട്ടും കാണാത്തതുകൊണ്ട് എന്തോരം ടെൻഷനായെന്നറിയോ? നീ എന്നെ തീതിരിച്ച് കളഞ്ഞല്ലോ. അപ്പൊ ആദ്യം സമാനപ്പെടേ, ഞാൻ എല്ലാ കാര്യങ്ങളും പറയാം. ഇന്നെൻ്റെ ജീവിതത്തിൽ ഒരല്പം സന്തോഷം തോന്നിയ നിമിഷങ്ങളായിരുന്നു ഇത്. മകളെക്കുറിച്ചുള്ള എൻ്റെ എല്ലാ മിഥ്യാധാരണകളും മാറ്റിമറിച്ച നിമിഷം. ഒരു വലിയ ഗുണപാഠമാണ് അവൾ ഇന്നെന്നെ പഠിപ്പിച്ചത്. അവളുടെ പിടിവാശിക്കും കുറുമ്പിനുമിടയിൽ നൈർമല്യമുള്ള ഒരു മനസ്സുണ്ടെന്ന് മനസ്സിലാക്കാൻ പറ്റി. ജാതി വർണ്ണ വർഗഭേദമന്യേ എല്ലാത്തിനേക്കാളും ഉപരി
മാനുഷികതയ്ക്കാണ് മൂല്യമെന്ന് ആ പിടിവാശിക്കാരി ഇന്നെന്നെ പഠിപ്പിച്ചു. ഒരുപക്ഷെ എൻ്റെ അച്ഛനും അമ്മയും എല്ലാം അങ്ങനെ തന്നെ ആയിരിക്കാം. അച്ഛൻ്റെ മുൻകോപത്തിന് പിറകിൽ കരുതലുള്ള ഒരു മനസ്സുണ്ടാകാം. അമ്മയുടെ പരിഭവത്തിന് പിറകിലും അച്ഛനോടുള്ള അഗാധമായ സ്നേഹമുണ്ടാകാം. ഉറക്കത്തിലുണ്ടാകുന്ന പേടി സ്വപ്നങ്ങൾ, നൈറ്റ് മെയർ, എൻ്റെ കുടുംബത്തോടുള്ള അഗാധമായ സ്നേഹത്തിൻ്റെയോ എന്തെങ്കിലും അവർക്ക് സംഭവിക്കുമോ എന്നുള്ള ഉത്കണ്ഠയിൽ നിന്നോ ഉണ്ടാകുന്നതായിരിക്കാം. എന്നാലും ഞാൻ അഭിമാനിക്കുന്നു എൻ്റെ മകളെ ഓർത്ത്. ഞാൻ ഇങ്ങനെയൊക്കെ തന്നെയാണ്. ഒരല്പം പിടിവാശിയും ദേഷ്യവും അവരോടുള്ള കരുതലുമായി ഇവിടെ ഇങ്ങനെ തന്നെ ഉണ്ടാകും മരിക്കുവോളം.